ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യയജ്ഞത്തിന്റെ 227 ഭാഗത്തിലേക്ക് സ്വാഗതം. സായിരാം. ഇന്ന് നമുക്ക് വേണ്ടി പറയേണ്ടത് ജഗന്മയി ആയിരുന്നു. ജഗന്മയി കയറിയിട്ടുണ്ടോ? ജഗന്മയി കയറാൻ സാധ്യതയില്ല. കാരണം ഇന്ന് ബാലവികാസ് ഈശ്വരാമ്പ ദിനമായതുകൊണ്ട് എല്ലാവരും തിരക്കിലായിരുന്നു. കുട്ടിയുടെ മറുപടി ഒന്നും വരാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ഇടുക്കിയിൽ നിന്നും ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണനാണ്. നമുക്ക് വേണ്ടി ഭജന പാടുന്നത് സായി ഗായത്രിയാണ്. പിന്നെ ഭഗവാന്റെ അമ്മയുടെ കാര്യങ്ങൾ ഞാൻ തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ആ കുട്ടിയുടെ യാതൊരു മറുപടിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ്. സായിരാം. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഗീത പ്ലീസ് വായിച്ചോളൂ കേട്ടോ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. ഞാൻ ഗീത ഉണ്ണികൃഷ്ണൻ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നുമാണ്. ഞാൻ ഇന്നിവിടെ വായിക്കുന്നത് 1980 ശ്രീ സത്യസായി കോളേജ് വൃന്ദാവനിൽ സ്വാമി നടത്തിയ പ്രഭാഷണമാണ്. പ്രാചീന ഭാരതത്തിലെ ബോധനം. ആരാണ് ശരിയായ ഗുരു? താത്വികമായും സ്വജീവിതം കൊണ്ട് ദൃഷ്ടാന്തം കാണിച്ചും നല്ല പെരുമാറ്റം, ശരിയായ ചിന്തനം, സത്യസന്ധത, മാനസികമായ അടക്കം, ധർമ്മബോധം എന്നിവ ശിഷ്യർക്ക് പകർന്നു നൽകുന്ന ശ്രേഷ്ഠനാണ് ഗുരു. എങ്ങനെയുള്ള വ്യക്തിയാവണം ശരിയായ ശിഷ്യൻ? ഇവയെല്ലാം അഭ്യസിക്കുന്നവൻ. ഇഹത്തിൽ സന്തോഷവും പരത്തിൽ നിർവൃത്തിയും ഉറപ്പുവരുത്തുന്ന ഗുണങ്ങളാണിവ. മനുഷ്യനെ രാക്ഷസനാക്കി മാറ്റുന്ന തിന്മകളെ പുറന്തള്ളുന്നവയാണ് ഈ ഗുണങ്ങൾ. ഗുരുവിനെയും ശിഷ്യനെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് 2 വശങ്ങളുണ്ട്. വൈദഗ്ധ്യവും അറിവും പ്രദാനം ചെയ്യുക എന്നതാണ് ഒന്ന്. ഇങ്ങനെ ഒരാൾക്ക് ആരോഗ്യവും സന്തോഷവും നേടാം. രണ്ടാമത്തേത് ആന്തരിക പ്രേരണകൾ മനസ്സിലാക്കുക, അവയെ ഉദാത്തീകരിക്കുക. ഇതുവഴി സ്ഥിരമായ ശാന്തി, സമദർശനം, ആനന്ദം എന്നിവ നേടാം. ഈ 2 വശങ്ങളും അന്യോന്യ വിരുദ്ധമല്ല, അവ അന്യോന്യ ബന്ധം. ഈ സത്യം ശിഷ്യരും ഗുരുവും മനസ്സിലാക്കണം. കാലുകൾ, കൈകൾ, തലയും ഹൃദയവും മനസ്സും ദ്രവ്യവും സംയോജിപ്പിച്ച് തട്ടിക്കൂട്ടിയെടുത്ത ഒരു യന്ത്രമല്ല മനുഷ്യൻ. ഇവയിലും ഇവയ്ക്കപ്പുറമായും അന്തർഹിതമായ അതീന്ദ്രിയമായ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുണ്ട്. ആത്മാവെന്ന പേരിൽ മാംസവചസ്സുകൾക്ക് അത് കാണാനാവില്ല. മറ്റിന്ദ്രിയങ്ങൾക്ക് അറിയാവുന്നൊരു പരിധിയിൽ നിൽക്കുന്നതാണ് പ്രപഞ്ചം, അല്ലെങ്കിൽ ജഗത്ത്. അദൃശ്യത്തിന്റെ ആധാരശിലയിലാണ് ദൃശ്യം സ്ഥിതി ചെയ്യുന്നത്. വൃക്ഷം മുകളിൽ കാണാം, അതിനെ താങ്ങി നിർത്തുന്ന വേരുകൾ കാണപ്പെടുന്നില്ല, അത് അദൃശ്യം. അതിന്റെ അടിസ്ഥാനം അദൃശ്യം. ജീവനും വിശ്വത്തിനും അവയുടെ പുരസ്കർത്താവായ ആത്മാവുണ്ട്. യുഗങ്ങളായി ഈ രാജ്യത്തെ മുതിർന്നവർ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ പാഠമിതാണ്. പ്രാക്തന സർവകലാശാലകളുടെ അമൂല്യ സംഭാവനകൾ.
3 4 ശതകങ്ങൾക്ക് മുമ്പ് പാശ്ചാത്യർക്ക് ഇന്ത്യയിൽ കാലുകുത്താൻ കഴിയുന്നതിന് മുമ്പ് ഏതാനും ചില സർവകലാശാലകൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവയ്ക്ക് അതിവിശാലമായ അങ്കണമോ ഭീമമായ സൗധങ്ങളോ ഉണ്ടായിരുന്നില്ല. പണ്ഡിതനായ ഗുരുവിന്റെ വീട് തന്നെയായിരുന്നു കലാലയം. അദ്ദേഹത്തിന് 4 5 വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസുകൾക്ക് പ്രത്യേക പ്രവർത്തന സൂചിക ഉണ്ടായിരുന്നില്ല. അത് ഗുരുവിന്റെ കാരുണ്യത്തിലും ശിഷ്യരുടെ തൃഷ്ണയിലും അധിഷ്ഠിതമായിരുന്നു. അദ്ദേഹം അവരെ രാത്രിയിലോ പകലോ വൃക്ഷച്ചുവട്ടിൽ വച്ചോ ക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ വച്ചോ പഠിപ്പിച്ചിരുന്നു. അതിന്റെ പരിസരത്തുകൂടി സഞ്ചരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്കും ചിലപ്പോൾ ചില തത്വങ്ങൾ പഠിക്കാൻ കഴിയും. അടിസ്ഥാന വിഷയങ്ങളിൽ ബോധനം നൽകുന്നതിന് പുറമെ ഓരോ സർവകലാശാലയും പ്രത്യേക വിദഗ്ധന്മാരെ ആകർഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ ഓരോ വിഷയത്തിന്റെയും പ്രത്യേക ശാഖകളിലും വിദഗ്ധമായ ബോധനം ലഭിക്കുമായിരുന്നു. ഇങ്ങനെ കാശി സർവകലാശാല വ്യാകരണത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കാശ്മീർ സർവകലാശാല പ്രസംഗകലയിലും എഴുത്തിലും പ്രത്യേക പഠനം ഏർപ്പെടുത്തിയിരുന്നു. തക്ഷശില ആയുർവേദ പഠനത്തിൽ വിശ്രുതമായിരുന്നു. നവദ്വീപ സർവകലാശാല മറ്റു വിഷയങ്ങളെക്കാൾ തർക്കശാസ്ത്രത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അമരാവതിയിൽ ശ്രീരാമന്റെ അനുജൻ ഭരതൻ പണ്ടു ഭരണം നടത്തിയത് അവിടെയാണ്. ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. ചരകനും ശുശ്രുതനും വികസിപ്പിച്ചെടുത്ത വൈദ്യശാസ്ത്രം അവിടെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചിരുന്നു. ദിവ്യതയിലേക്ക് ഉയരുക എന്നതാണ് വിദ്യാർത്ഥികളുടെ മുഖ്യ ലക്ഷ്യം. തീർച്ചയായും ഈ സർവകലാശാലകൾ കേവലം ബോധന കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല. അവ തങ്ങളുടെ വിദ്യാർത്ഥികളെ ലളിതമായ ആത്മീയ ജീവിതം നയിക്കാൻ, സൗമ്യമായി മധുരമായി സംസാരിക്കാൻ, കാരുണ്യവും ഭക്തിയും സമദർശനവും വളർത്താൻ പ്രചോദിപ്പിച്ചു. ദിവ്യതയിലേക്ക് ഉയരുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഒരേ ലക്ഷ്യമായിരുന്നു. ശിഷ്യരെ തങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതു മാത്രമായിരുന്നു ഗുരുക്കന്മാരുടെ ലക്ഷ്യം. സർവകലാശാലയും മറ്റു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഭരണകർത്താക്കളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. അവർ ജ്ഞാനപ്രേമികളെയും അവരുടെ ആദർശങ്ങളെയും ബഹുമാനിച്ചിരുന്നു. പ്രാഥമിക വിദ്യാലയങ്ങൾ, സെക്കൻഡറി വിദ്യാലയങ്ങൾ, കലാശാലകൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവയിൽ പ്രാഥമിക വിദ്യാലയങ്ങളിലാണ് സമൂഹവും അതിൻ്റെ നേതാക്കളും ശ്രദ്ധ പതിപ്പിക്കുന്നത്. അവരുടെ ശ്രമം നിർമ്മലവും കുലീനവും ശക്തവുമായ ചിന്തകളും വിശ്വാസങ്ങളും കുട്ടികളുടെ മൃദുല മനസ്സുകളിൽ നട്ടുവളർത്താനാണ്. അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ആരാണ്? പഠിപ്പിക്കാൻ സുസജ്ജനും ഏറ്റവും അധികം കാര്യക്ഷമതയുള്ളവനും. കൂടുതൽ പഠിപ്പിക്കേണ്ട പുസ്തകങ്ങളേവ? എപ്പോഴാണ് എവിടെയാണ് അധ്യാപനം നടത്തേണ്ടത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. പഠിതാക്കളുടെ ആവശ്യങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് പാഠ്യപദ്ധതി ക്രമപ്പെടുത്താൻ അവർ ഉദ്യമിച്ചു. പഠന പ്രക്രിയയിൽ നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും ഇടമേ ലഭിച്ചിരുന്നില്ല. ഭാരതം സ്വാഗതമോതുകയും ആദരിക്കുകയും ചെയ്യുന്നു എല്ലാ മതങ്ങളെയും. ക്ലാസ്സിൽ 6 10 കുട്ടികൾ മാത്രമുള്ളപ്പോൾ അവർ വിഷയം വേണ്ടവണ്ണം ഗ്രഹിച്ചോ അവർക്ക് വല്ല സംശയങ്ങളുമുണ്ടോ എന്നും മറ്റും പൊടുന്നനെ അറിയാൻ കഴിയും. ഗുരുക്കന്മാർക്ക് ഏറെ കർത്തവ്യബോധമുണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠിക്കുന്നതിൽ ഉത്സാഹവും സന്തുഷ്ട ജീവിതം നയിക്കാനുള്ള പ്രായോഗിക ജ്ഞാനവും ഒരു വ്യക്തിയുടെ ആന്തരിക സത്തയിൽ നിർലീനമായ വിവേകം, പ്രഭാവം, ആനന്ദം എന്നിവയുടെ ഉറവ കണ്ടെത്താനുള്ള ജ്ഞാനവും അന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു. ഗുരു പറയുന്നത് കേട്ടാണ് ശിഷ്യർ അറിവ് നേടിയിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഇരുമ്പ്, സ്വർണ്ണ പണിക്കാർ, ശില്പികൾ, കലാകാരന്മാർ ഇവരെല്ലാം മുതിർന്നവരിൽ നിന്നും അവർ സ്നേഹപൂർവ്വം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് പഠിച്ചിരുന്നു. പുസ്തകങ്ങൾ കാർന്നു തിന്നല്ല അറിവ് നേടിയിരുന്നത്. നിങ്ങൾ സ്വന്തം പാരമ്പര്യത്തെ ആദരിക്കുന്നുവെങ്കിൽ മാത്രമേ ആ പ്രാചീന അനുഭവത്തെ പുനരുദ്ധരിക്കാനാവൂ. സനാതനധർമ്മം എന്ന ബഹുവർണ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനമാണ് ഭാരതം. അതായത് ഇവിടെ ബുദ്ധമതം, ജൈനമതം, സ്വരാഷ്ട്രീയൻ മതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയെല്ലാം പുലരുന്നു. അവർ ശീലിക്കുന്ന സത്യസന്ധത, പാടുന്ന സങ്കീർത്തനങ്ങൾ, നടത്തുന്ന പ്രാർത്ഥനകൾ ഇവ ഇവിടുത്തെ അന്തരീക്ഷത്തെ ദിവ്യ സൗരഭ്യം കൊണ്ട് നിറയ്ക്കുന്നു. സർവമതങ്ങളെയും ഭാരതം സമാനമായ ആദരവോടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഒരു ദൈവത്തിന്റെ സ്ഥാനത്ത് ഭാരതീയർ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്. ദൈവം ഏകം. ജനങ്ങൾ അദ്ദേഹത്തെ വിവിധ ഭാഷയിൽ പലതായി സംബോധന ചെയ്യുന്നുവെന്നേ ഉള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ സത്യം ഭാരതം കണ്ടെത്തിയിരുന്നു. ഈ രാജ്യമാണ് ഈശ്വരന്റെ ഏകത്വം ആദ്യമായി പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഈ ഏകദൈവത്തിന്റെ കാരുണ്യം, ജ്ഞാനം, അക്ഷയധനം, നിഗൂഢത, ശക്തി എന്നീ ഓരോന്നിനും പേരും രൂപവും നൽകിയിട്ടുണ്ട്. ഓരോ ആരാധകനും അറിയാം ഒരേ കേവല സനാതന സത്തയുടെ വിഭിന്ന ഭാവങ്ങളെയാണ് തങ്ങൾ ആരാധിക്കുന്നതെന്ന്. ഓരോ ജോലിക്കുമുണ്ട് ഒരു രക്ഷാദേവത, വിശ്വരക്ഷകന്റെ ഒരു അംശം. ആത്മീയ നിധികൾ
വിധികൾക്ക് പിന്നാലെയായിരുന്നു ഗുരുക്കന്മാർ. ഇവിടെയുള്ള ജനങ്ങൾ എല്ലാറ്റിലും കുടികൊള്ളുന്ന ദൈവത്തെപ്പറ്റി പ്രബുദ്ധരാണ്. ട്രക്ക് ഡ്രൈവർ വളയം പിടിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ സ്മരിക്കും, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തും. കലം നിർമ്മിക്കാൻ തുടങ്ങുന്നവൻ അതിൻ്റെ മൂശയെ തലകുനിച്ചു വന്ദിക്കും. കവി തൂലികയെ, സംഗീത വിദ്വാൻ ഹാർമോണിയത്തിന്റെ ദേവതയെ പ്രണമിക്കുന്നു. ഈശ്വര സ്മരണയോടെ ആയിരിക്കും ഓരോ കർമ്മവും തുടങ്ങുക. ഇതിൻ്റെ യഥാർത്ഥം ആത്മീയ മനോഭാവത്തിന് മുന്നോടിയായി അവനവനെ വാഴ്ത്തുന്ന ഒരു മതേതര ഭാവം ഉണ്ടെന്നാണ്. മറ്റു സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ അനുഭവത്തിനപ്പുറത്താണ് ഭാരതീയ മനോഭാവത്തിന്റെ അർത്ഥം. ഭാരതീയർ വൃക്ഷങ്ങൾ, ശിലകൾ, പക്ഷികൾ, മൃഗങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ എന്നിവയെ ദൈവങ്ങളായി ഉപാസിക്കുന്നതിനെ അവർ പരിഹസിക്കുന്നു. പക്ഷേ ഒരു ഹിന്ദു ശിലയിൽ അഭിവ്യക്തമാകുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ശിലയെയല്ല. ഈശാവാസ്യം ഇതം സർവം. ഉപനിഷത്ത് മനുഷ്യരെ ഉദ്ബോധിപ്പിക്കുന്നു, സർവവും ഈശ്വരൻ തന്നെ. പക്ഷിയും മൃഗവും പാമ്പും കഴുകനും ആൽവൃക്ഷവും തുളസിയും എല്ലാം ഈശ്വരന്റെ സർവവ്യാപിത്വം, അദ്ദേഹത്തിന്റെ ഏകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരന്റെ അന്തർയാമിത്വം, അതീന്ദ്രിയത്വം എന്നിവയെപ്പറ്റി പ്രാചീന സർവകലാശാലകൾ ഊന്നിപ്പറഞ്ഞിരുന്നു. ഗുരുക്കന്മാർ വേതനത്തെപ്പറ്റി കണക്കു കൂട്ടുകയോ ആർത്തി കാണിക്കുകയോ ചെയ്തിരുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ സമൂഹം നിറവേറ്റിപ്പോന്നിരുന്നു. അവർ ഭൗതിക സുഖത്തെപ്പറ്റിയോ ദുഃഖത്തെപ്പറ്റിയോ അസ്വസ്ഥരായിരുന്നില്ല. അവർ ആത്മീയ നിധികൾക്കു പിന്നാലെയാണ് സഞ്ചരിച്ചിരുന്നത്. ഭൗതികാഭിലാഷങ്ങളിൽ നിന്നും മുക്തി നേടുവാനാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ചിരുന്നത്. ഗുരുക്കന്മാർ സ്വന്തം സന്താനങ്ങളെക്കാളേറെ വിദ്യാർത്ഥികളെ സ്നേഹിച്ചിരുന്നു. അവർ നിത്യതൃപ്തരും നിത്യസുഖികളുമായിരുന്നു. അവർ ത്യാഗികളും ഏത് അഗ്നിപരീക്ഷകളും ദുരിതങ്ങളും നേരിടാൻ സന്നദ്ധരുമായിരുന്നു. സായിരാം. സായിരാം. ഇന്ന് ഈശ്വരാമ ദിനമാണ്. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അമ്മയെ പറ്റി തന്നെ സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഈശ്വരാമ്മയുടെ അച്ഛൻ നൽകിയ പേര് നാമഗിരി അമ്മ എന്നായിരുന്നു. അത് വിവാഹം കഴിഞ്ഞ് പെദ്ദ വെങ്കപ്പരാജുവിനെ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ പെദ്ദ വെങ്കപ്പരാജുവിൻ്റെ അച്ഛനായ കൊണ്ടമ്മ രാജു തൻ്റെ മരുമകളുടെ സൗശീല്യവും സത്സ്വഭാവവും ഈശ്വരഭക്തിയും എല്ലാം കണ്ടുകൊണ്ട് ആ കുട്ടിക്ക് ഈശ്വരാമ്മ എന്ന് നാമകരണം ചെയ്തു. അതൊരു പ്രവചനം പോലെ തന്നെ ആയിരുന്നു. ഈശ്വരന്റെ അമ്മയാകുവാൻ ഈശ്വരൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സുകൃതിയായ പുണ്യവതിയായിരുന്നു ഈശ്വരാമ്പ. ദേവിയെ പോലെയോ അല്ലെങ്കിൽ കൗസല്യ ദേവിയെ പോലെയോ ഭഗവാന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏതോ ഒരുപാട് ജന്മങ്ങളിലെ തപസ്സിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു മഹാഭാഗ്യം ഒരമ്മയ്ക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഭഗവാൻ പ്രവേശമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തില് ആകപ്പാടെ ഒരു കിണറേ ഉള്ളൂ. ആ കിണറിൽ നിന്നും വെള്ളം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നും ഒരു തേജോ ഗോളം വന്നിട്ട് ഈശ്വരാമ്മയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അമ്മായിയമ്മ ആയ ലക്ഷ്മമ്മ അടുത്ത വീട്ടിലെ ഒരു സത്യനാരായണ പൂജയ്ക്ക് പോയിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പുറത്തുള്ള കർണം സുബ്ബമ്മ, അവര് തൊട്ടടുത്ത വീടാണ്. അപ്പൊ അവരും ഈ കാഴ്ച കാണുകയുണ്ടായി. ഇത് ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഭഗവാൻ 2003 ഈ വിവരങ്ങളൊക്കെ പുറത്ത് പറയുന്നത്. അങ്ങനെ ഈശ്വരാമ്മയുടെ ഉള്ളിലേക്ക് ഭഗവാൻ ഒരു ജ്യോതിഷായിട്ട് പ്രവേശിക്കുകയും ഭഗവാനെ അവരെ പ്രസവിക്കുകയും ചെയ്തു. ഭഗവാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതൃകയായിട്ടുള്ള ഒരു ബാലനായിട്ടാണ് വളർന്നത്. ബാലസായിക്ക് ചെറുപ്പകാലം തൊട്ട് തന്നെ അനിതര സാധാരണമായ ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള ഒരു കാര്യത്തിനോടും ആവശ്യമില്ലാത്ത ആഗ്രഹം ഇല്ല, ഒന്നിനോടും മത്സരമില്ല, ആരുപദ്രവിച്ചാലും പരാതി പറയുകയില്ല. വീട്ടിലെ പുതിയ തുണികളൊക്കെ കൊണ്ടുവന്നാൽ ഒന്നും എനിക്ക് വേണം, ഇന്നതെനിക്ക് വേണമെന്നൊരു തന്നെ തിരഞ്ഞെടുക്കാൻ പോവുകയില്ല. എല്ലാവർക്കും ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്താണോ ശേഷിക്കുന്നത് അത് മാത്രമാണ് ആ ചെറിയ കുട്ടി എടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സൽഗുണങ്ങൾക്ക് വിളനിലമായിരുന്നു സത്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സത്യനാരായണ എന്ന നമ്മുടെ സത്യസായി ബാബ. അദ്ദേഹത്തിന് അമ്മയോട് വളരെ വലിയ സ്നേഹമായിരുന്നു. ആ കാലം തൊട്ട് തന്നെ അദ്ദേഹം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അച്ഛനമ്മമാരാണ്. തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയും, അച്ഛനമ്മമാരാണ് കാണപ്പെട്ട ഈശ്വരന്മാർ.
അവരെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കണം, ആദരിക്കണം, അനുസരിക്കണം, അവരെ സംരക്ഷിക്കണം എന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈശ്വരാമ്മ മകനെ, പക്ഷെ ഭഗവാൻ 13 വയസ്സിലാണ് താൻ സത്യസായി ബാബയാണ് എന്ന് പറഞ്ഞിട്ട് വീട് ഉപേക്ഷിച്ച് പോകുന്നത്. അമ്മ ചെന്ന് ഒരുപാട് നിർബന്ധിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എൻ്റെ മായ എന്നെ വിട്ടുപോയി കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്ക് എൻ്റെ ഭക്തന്മാരുടെ പിന്നെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് അപ്പൊ അമ്മ പറഞ്ഞു, വേണ്ട, സ്വാമി വന്നോളൂ, ഞങ്ങളെ യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാക്കില്ല, യാതൊരു തരത്തിലുള്ള ഡിമാൻഡ്സും വെക്കില്ല, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, അങ്ങയുടെ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ പുട്ടപ്പർത്തിയിൽ തന്നെ വരണം എന്ന് നിർബന്ധമായിട്ട് അമ്മ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി, വരാം. അങ്ങനെയാണ് ഭഗവാൻ പുട്ടപ്പർത്തി വന്നത്. അപ്പൊ പുട്ടപ്പർത്തിയില് തൊട്ടടുത്ത വീട്ടിലെ കണ്ണൻ സുബ്ബമ്മ, അവര് ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ അവരുടെ വീട്ടില് മത്സ്യമാംസാദികളൊന്നും ഇല്ല. അപ്പൊ പക്ഷെ ഭഗവാന്റെ രാജു ഫാമിലിയാണ്, ക്ഷത്രിയ ഫാമിലിയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണം സുബ്ബമ്മയുടെ വീട്ടിലാണ് അതുകൊണ്ട് ഭഗവാൻ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. മാത്രമല്ല, കണ്ണൻ സുബ്ബമ്മയ്ക്ക് ഭഗവാന്റെ ജീവിതത്തിൽ യശോദയുടെ സ്ഥാനമാണ്. കണ്ണന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ യശോദ, അതുപോലെയാണ് സത്യസായി ബാബയുടെ ജീവിതത്തിൽ കണ്ണൻ സുബ്ബമ്മയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നത്. അവർക്ക് ചെറുതിലേ തന്നെ സ്വാമി ഈശ്വരനാണ്, ഈശ്വരാംശഭൂതമാണെന്നുള്ള നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് ഭഗവാനെ അവര് പിന്നെ പോറ്റിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മ മകനായിട്ട് പോലും ഭഗവാനെ ഡിക്ലെയർ ചെയ്ത ശേഷം, സായിബാബയാണെന്ന് പറഞ്ഞതിന് ശേഷം മകനെ എന്ന് വിളിച്ചിട്ടേ ഇല്ല, സ്വാമി എന്നേ വിളിക്കുകയുള്ളൂ. അച്ഛനും അമ്മയും ഭഗവാനെ സ്വാമി എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. അപ്പം ഈശ്വരാമ്മ വളരെ ഹൃദയത്തിൽ വളരെ ദയവും കാരുണ്യവും വളരെ സ്നേഹവുമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പൊ അവർക്ക് തന്റെ ഗ്രാമത്തില്, വളരെ കുഗ്രാമമായിരുന്നു അന്ന് പുട്ടപ്പർത്തി, വളരെ കുഗ്രാമം. ആ കുഗ്രാമത്തില് പ്രധാനമായിട്ട് ആ നദിയാണ് അതിന്റെ ജീവനാഡി, ചിത്രാവതി. പിന്നെ കുന്നും മലകളും ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളായിരുന്നു. ബിൽഡിങ്സ് ഒന്നും ഇല്ല, വെറും ഗ്രാമീണ ഭവനങ്ങൾ. അപ്പൊ അവിടെ പിന്നെ അമ്മയ്ക്ക് പക്ഷെ എല്ലാ ഗ്രാമീണരോടും വലിയ സ്നേഹമായിരുന്നു. അവരുടെ സങ്കടങ്ങളിലും സന്താപങ്ങളിലും സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഒരുപോലെ അമ്മ ഇടപെടുമായിരുന്നു. അപ്പൊ ഒരു ദിവസം അമ്മ ചിത്രാവതി തീരത്ത് നിൽക്കുമ്പം ഒരു കൊച്ചു കുഞ്ഞ്, 8 വയസ്സുള്ള ഒരു കുഞ്ഞ് വലിയൊരു സഞ്ചി നിറയെ പുസ്തകങ്ങളും തൂക്കി ഭക്ഷണവും തൂക്കി കഷ്ടപ്പെട്ട് നദിയുടെ അപ്പുറത്തേക്ക് നടന്നു. നദിയിൽ നിറച്ചു വെള്ളം ഉണ്ടാവില്ല, മുട്ടറ്റം വെള്ളമൊക്കെ ഉണ്ടാവും. നടന്ന് അപ്പുറത്ത് പോയിട്ട് ബുക്കപട്ടണത്തിലേക്ക് നടന്നു പോവുകയാണ്. ഒരുപാട് ദൂരമാണ് ബുക്കപട്ടണം. ആ കാടും മേടും താണ്ടി ഈ കുട്ടി പോണുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വന്നു, ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഗ്രാമത്തിലെ കുട്ടികൾക്കൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാനുള്ള ഒരു സൗകര്യമില്ല. അപ്പൊ അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് പോകണം. അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അമ്മ വേഗം ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, സ്വാമി, നമ്മുടെ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് കാണുന്നില്ലേ? എന്തൊരു കഷ്ടമാണ്. ഇത്രയും വലിയ ബാഗും ഒക്കെ പിടിച്ച് സഞ്ചിയൊക്കെ തൂക്കി അവര് മഴയെന്നില്ല വെയിലെന്നില്ല എത്ര കഷ്ടപ്പെട്ടാണ് അവര് പോകുന്നത്. നമുക്ക് നമ്മുടെ പുട്ടപ്പർത്തി ഗ്രാമത്തിൽ ഒരു വിദ്യാലയം ഉണ്ടാക്കിക്കൂടെ സ്വാമി എന്ന് ചോദിച്ചു. സ്വാമി ഒന്ന് ഉണ്ടാക്കാമല്ലോ, പക്ഷെ അതിന് സ്ഥലം എവിടെയാണ്? സ്ഥലം വേണ്ടേ? അപ്പൊ അമ്മ പറഞ്ഞു, അതിനെന്താ, എന്റെ സ്ഥലമുണ്ടല്ലോ, അവിടെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിക്ക് ഇതൊക്കെ അറിയാമെങ്കിലും അറിയുന്നില്ല എന്ന് ഭാവിച്ചുകൊണ്ട് അമ്മയെ അനുമോദിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അമ്മയുടെ അമ്മയ്ക്കൊരു വാഗ്ദാനം നൽകുകയാണ്. ശരി, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഒരു വിദ്യാലയം ആരംഭിച്ചു. അവിടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകി. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു ബീജാവാപം ചെയ്തത്, അതായത് വിത്തിട്ടത് അമ്മയാണെന്ന് ഭഗവാൻ എപ്പോഴും പറയും, എല്ലാ സ്ഥലത്തും പറയും. എവിടെയൊക്കെ അവസരം കിട്ടുന്നു അവിടെയൊക്കെ അമ്മയുടെ ഈ ശ്ലാഘനീയമായ കാരുണ്യത്തെ പറ്റി സ്വാമി പറയാറുണ്ട്, വളരെ സ്നേഹപൂർവം. അത്രയ്ക്ക് ആദരവാണ് അമ്മയോട് സ്വാമിക്ക്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭയപ്പെടണ്ട. അങ്ങനെ അവിടെ സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങി. ഇപ്പോഴ്
വിദ്യാഗിരിയിലെ 4 ബിൽഡിങ്സ് കയറി ഇറങ്ങുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം 1ാം ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി 4 ബിൽഡിംഗ് കയറി ഇറങ്ങുമ്പോഴത്തേക്കും ഡോക്ടറായിട്ടോ ഡോക്ടറേറ്റ് എടുത്തിട്ടോ അതിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയോ പുറത്തു വരാം എന്നൊരു ചൊല്ലുണ്ട് അവിടെ. കാരണം അവിടെ ഗുരുകുല വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. എല്ലാ കുട്ടികൾക്കും താമസിച്ച് തന്നെ പഠിക്കണം. കാരണം അവിടുത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ പാലിക്കുന്നതിനായിട്ടും അവിടെ ആത്മീയവും ലൗകികമായ വിദ്യ ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ് സ്വാമി പണ്ടേ തൊട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഭഗവാൻ 4 കോളേജുകൾ സ്ഥാപിച്ചു. ആദ്യം സ്ഥാപിച്ചത് വനിതാ കോളേജാണ്. അവിടുത്തെ കുട്ടികളെ ശാക്തീകരിക്കുവാനായിട്ട് സ്ത്രീ ശാക്തീകരണമാണ് സ്വാമി ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ മുദനഹള്ളി, വൈറ്റ് ഫീൽഡ്, ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ്, പിന്നെ പുട്ടപർത്തിയിലെ, ഇങ്ങനെ അവിടെ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കോളേജുകൾ സ്ഥാപിച്ചു. പിന്നെ ഒരു സംഗീത കോളേജ് സ്ഥാപിച്ചു. പിന്നെ 2000 ശേഷം ആശുപത്രിയിലെ ബാംഗ്ലൂരിലുള്ള ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജ് സ്ഥാപിച്ചു. പിന്നെ വിവിധ തുറകളിലെല്ലാം ഭഗവാൻ തൻ്റെ വിദ്യാർത്ഥികൾ ഉണ്ടാവണം, അവര് സമൂഹത്തിന് സേവനം ചെയ്യുന്നത് കണ്ട് മാതൃകയായിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ അങ്ങനെ ചെയ്യാൻ തോന്നണം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതും. എല്ലായിടത്തും സൗജന്യമായ വിദ്യാഭ്യാസം, യാതൊരു തര ഫീസും എടുക്കുന്നില്ല. ഫീസ് എടുക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി, അതായത് ഹോസ്റ്റൽ ഫീസ് ഉണ്ട്. ഹോസ്റ്റൽ ഫീസ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം, താമസത്തിനോ അല്ലെങ്കിൽ ഫാനിനോ അങ്ങനെയുള്ള ഫീസൊന്നുമില്ല. ഭക്ഷണത്തിന് വേണമല്ലോ, അതിന് മാത്രമാണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ വിദ്യാലയം വളർന്നു വലുതായപ്പം വലിയൊരു കാര്യം ചെയ്തത്, ഭഗവാന്റെ മാതൃക ഫോളോ ചെയ്തത് കൊണ്ട്, അനുസരിച്ചുകൊണ്ട് തായ്ലൻഡിലും ആഫ്രിക്കയിലും മറ്റ് ജപ്പാനിലും ഇംഗ്ലണ്ടിലും പല സ്ഥലങ്ങളിലും ഭഗവാന്റെ ഈ മാനവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമ്പൂർണമായിട്ടും സൗജന്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ കേരളത്തിലുമുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ നാനാഭാഗത്തും സത്യസായി വിദ്യാലയങ്ങൾ വളരെ നന്നായിട്ട് വരുന്നു. അതാണ് ഭഗവാൻ അമ്മയ്ക്ക് നൽകിയ ഒരു വാഗ്ദാനം കൊണ്ടുണ്ടായ ഒരു ഗുണം, ലോകത്തിനുണ്ടായ ഗുണം. അപ്പൊ അമ്മ ആ ലോക നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അമ്മ ചെയ്തത്. അമ്മയ്ക്ക് വേണ്ടി ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഒരു ദിവസം അമ്മ വീണ്ടും മകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വാമി, നമ്മുടെ ഗ്രാമത്തിലെ രോഗികൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നില്ല സ്വാമി, ഗർഭിണികളൊക്കെ എന്ത് ബുദ്ധിമുട്ടിയാണ് കുഞ്ഞുങ്ങളും ഗർഭിണികളും ഒക്കെ ആശുപത്രിയിൽ പോകുന്നത്. വളരെ ദൂരെയുള്ള ആശുപത്രിയിൽ പോകാൻ ബസ്സില്ല, കാറില്ല, വണ്ടിയില്ല, കാളവണ്ടിയിലും നടന്നും ഒക്കെയാണ് അവർ പോകുന്നത്. എൻ്റെ ഹൃദയം അങ്ങനെ വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ സ്വാമി, ഒരു സൗജന്യമായിട്ട് ആശുപത്രി ഉണ്ടാക്കോ എന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞു, ശരി, ഉണ്ടാക്കാം, അമ്മയ്ക്ക് അത് കാണുവാനുള്ള ഭാഗ്യവും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഭഗവാൻ പിന്നെ ആദ്യമായിട്ട് ജനറൽ ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിച്ചു. പൂർണ്ണം സൗജന്യമായ പിന്നെ എല്ലാ ചികിത്സകളും സൗജന്യമാണ്. മരുന്ന് അങ്ങോട്ട് കൊടുക്കും. നമുക്ക് പോലും നമ്മൾ ആര് ചെന്നാലും രോഗിയായാൽ മാത്രം മതി. രോഗി എന്നുള്ളതാണ് അവിടുത്തെ യോഗ്യത. ആശുപത്രി പോകാനുള്ള യോഗ്യത എന്താണ്? രോഗിയാണ്. രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ആതുര ശുശ്രൂഷയും കിട്ടും. മാത്രമല്ല മരുന്നുകൾ പോലും ഭഗവാൻ വളരെ വളരെ സാധാരണമായ മരുന്നുകളെല്ലാം എല്ലാ രോഗികൾക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ സൗജന്യമായിട്ട് അവിടെ ഹോസ്പിറ്റൽ താമസിച്ചു. പിന്നെ സ്വാമി അതിനുശേഷം വൈറ്റ് ഫീൽഡിലും അതുപോലെ തന്നെ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കി. പിന്നെ 2 വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് സ്ഥാപിക്കാനുള്ള കാരണം, ഭഗവാന്റെ ഒരു ഭക്തന് ഹൃദയാഘാതം ഉണ്ടായി, ഹൃദയത്തിന് ഭയങ്കര വേദന ഉണ്ടായി. അദ്ദേഹത്തിന് രാത്രി 12 മണിക്ക് ബാംഗ്ലൂരിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അപ്പൊ അവര് പറഞ്ഞു, 2 ലക്ഷം രൂപ ഇപ്പൊ തന്നെ അടയ്ക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവേശിപ്പിക്കാൻ പറ്റുള്ളൂ, അത് അല്ലെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ രോഗിക്ക് തിരികെ പോകേണ്ടി വന്നു. ആ സംഭവം ഭഗവാൻ അറിഞ്ഞപ്പോ തീരുമാനിച്ചു, ഒരു തരത്തിലും ഒരു രോഗികൾക്കും വന്ന് വാതിൽക്കൽ മുട്ടിയാൽ പോകാൻ ഇടവരാൻ പാടില്ല, ഒരു ശസ്ത്രക്രിയക്ക് പോലും ഒരു രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 1991 നവംബർ 22 ഉദ്ഘാടനം ചെയ്തു.
അന്ന് തന്നെ 4 ശസ്ത്രക്രിയകൾ, ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെയ്ത ശസ്ത്രക്രിയകൾക്ക് എണ്ണമില്ല, 1,00,000 കവിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. അത്രയധികം ഹൃദയ ശസ്ത്രക്രിയ ഉണ്ട്. പിന്നെ എല്ലാത്തിനും, കണ്ണിനും എല്ലാ അവയവങ്ങൾക്കുമുള്ള ചികിത്സയാണ് അവിടെ നടക്കുന്നത്. ഓർത്തോപീഡിക്സ്, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എല്ലാം അവിടെ നടക്കുകയാണ് ഫ്രീ ആയിട്ട്. എല്ലാം ഫ്രീ ആയിട്ടാണ് അവിടെ നടക്കുന്നത്. ഒരു ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഹോസ്പിറ്റലാണ് ഭഗവാന്റെ ഹോസ്പിറ്റൽ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ലോകത്തിലെ നേതാക്കന്മാർ പോലും പറയും. ഇത്ര വലിയൊരു ഹോസ്പിറ്റൽ ഒരുപക്ഷെ എല്ലാവർക്കും സ്ഥാപിക്കാൻ പറ്റും. ഇത്ര ബിൽഡിങ്ങിന്റെ ആ ഭംഗി നോക്കിയാല് ഒരു പക്ഷെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതുപോലെ ഒരു സിസ്റ്റം, ഇങ്ങനെ ഒരു പൂർണ്ണമായും സൗജന്യമായും സ്നേഹത്തോടെയും 1 രൂപ പോലും വാങ്ങിക്കാതെ എല്ലാതരം ചികിത്സകളും നൽകുന്ന ആശുപത്രികൾ സ്ഥാപിക്കാൻ അവതാര പുരുഷനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്ഥാപിക്കുക മാത്രമല്ല, അത് നടത്തിക്കൊണ്ടു പോകുന്നു. അത് അഭംഗുരം ഇപ്പോഴും നടന്നുകൊണ്ട് പോകുന്നു. 100 വർഷത്തേക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഭംഗിയായിട്ട് നടക്കുവാനുള്ള ഫണ്ടാണ് ഭഗവാൻ ബാങ്കിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ പലിശ കൊണ്ട് തന്നെ ധാരാളം, ഒന്നും തന്നെ മുടക്കമില്ലാതെ പോകാനുള്ള ഏർപ്പാടാണ് ഭഗവാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനിട്ട് വേറൊരു ദിവസം ഇതുപോലെ അമ്മ വീണ്ടും വന്നു. അമ്മ ചോദിച്ചു, അമ്മ പറഞ്ഞു, സ്വാമി, നമുക്ക് ആകപ്പാടെ ഗ്രാമത്തിൽ 3-4 കിണറുകളേ ഉള്ളൂ. നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് ചിത്രാവതിയാണ്. ചിത്രാവതി ധാരാളം വെള്ളമുണ്ട്, നല്ല വെള്ളം. ഇപ്പത്തെ പോലെ കലക്ക വെള്ളവും പൊട്ട വെള്ളവും ഒന്നുമല്ല, ദുഷിച്ച വെള്ളമല്ല, നല്ല വെള്ളം. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ ഈ ചിത്രാവതി അങ്ങ് വറ്റിപ്പോവും. നമ്മുടെ ഭാരതപ്പുഴ പോലെ വെറുതെ ഒരു ചെറിയ ചാലായിട്ട് ഒഴുകും. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. അപ്പൊ പറഞ്ഞു, സ്വാമി, ഇങ്ങനെ വെള്ളത്തിന്, കുടിവെള്ളത്തിന് പോലും നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെടുന്നു. ഒരു 6-7 കിണറുകളൊന്ന് കുഴിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. ആ 6-7 കിണർ കുഴിപ്പിക്കുന്നതിന് പകരം നമ്മുടെ ഈ പുട്ടപർത്തി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് സത്യസായി ജില്ലയായി മാറി. അനന്തപൂർ ജില്ല പണ്ടേ കുപ്രസിദ്ധമാണ്. എന്തിനാണെന്നറിയാമോ? റായൽസീമ എന്ന് പറയും. റായൽസീമ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വരൾച്ചയുള്ള സ്ഥലമാണ് റായൽസീമ. വെള്ളമേ ഇല്ല, വെള്ളത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടണം. അപ്പൊ അങ്ങനെ ഒരു സമയം, അതില് കൃഷ്ണദേവരായരെ പോലെ വളരെ ശ്രേഷ്ഠരായ രാജാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് റായൽസീമ. വളരെയധികം സർക്കാരുകൾ വന്നു പോയി. പക്ഷെ ആർക്കും തന്നെ റായൽസീമയിലെ കുടിവെള്ള പിന്നെ കഷ്ടപ്പാടുകൾ മാറ്റുവാനായിട്ട് സാധിച്ചില്ല. ഭഗവാൻ അത് ഏറ്റെടുത്തു. അമ്മയുടെ ആ വാക്ക് കേട്ടുകൊണ്ട് പറഞ്ഞു, ശരി, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അത് ഏറ്റെടുത്തിട്ട് 1995 1200 ഗ്രാമങ്ങളില് ഒറ്റയടിക്ക് വെള്ളം കൊടുക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോഴത്തേക്കും മദ്രാസ് ഗവൺമെന്റും കർണാടക ഗവൺമെന്റും ഒക്കെ ഭഗവാനോട്, മദ്രാസിന് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പൊ ഭഗവാനോട് സായി ഗംഗ എന്നൊരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് ധാരാളം നല്ല ശുദ്ധമായ വെള്ളം അവിടെ തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി, കർണാടകയിൽ എത്തിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി. അപ്പോഴാണ് ഒരു കൂട്ടം ആദിവാസികൾ, അവര് കണ്ടാൽ തന്നെ അറിയാം, കുളിയില്ല, നനയില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള കുറെ ആദിവാസികൾ ഒരിക്കൽ പുട്ടപർത്തിയിൽ വന്നു. പ്രശാന്ത് നിലയത്തിൽ അവരെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സ്വാമി വേഗം സന്തോഷത്തോടുകൂടെ അവരുടെ അടുത്തേക്ക് വന്നു. അവര് കുറച്ച് ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുമാണ്. അപ്പൊ സ്വാമി അവർക്ക് ചോദിച്ചപ്പോ അവരൊന്ന്, സ്വാമി, ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമില്ല എന്ന് പറഞ്ഞു. ഗോദാവരി നദി താഴെക്കൂടെ ഒഴുകുന്നുണ്ട്, പക്ഷെ വെള്ളം എങ്ങനെയാ മുകളിലേക്ക് കയറുക? വെള്ളം എപ്പോഴും താഴോട്ടല്ലേ ഒഴുകുള്ളൂ. അപ്പൊ അവർക്ക് വെള്ളം കിട്ടില്ല. ഒരുപാട് ഉയരത്തിലെ കാട്ടിലാണ് അവർ താമസിക്കുന്നത്, ആദിവാസികളാണല്ലോ. അപ്പൊ ഭഗവാൻ വളരെ ബുദ്ധിമുട്ടി എന്ന് വെച്ചാൽ പൊക്കത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. താഴേക്ക് വെള്ളം കൊണ്ടുവരാൻ എളുപ്പമാണ്. എന്നാലും സ്വാമി പറഞ്ഞു, ഇല്ല, അവർക്ക് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റും കൂടെ എടുത്ത്, അങ്ങനെ ബഹുമുഖമായിട്ട് സ്വാമി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി, സത്യസായി കുടിവെള്ള പദ്ധതി തുടങ്ങി. ഇന്ന് ഭഗവാന്റെ ഭക്തര് അത് ഏറ്റെടുത്തിട്ട് നമ്മുടെ നാട്ടിലും ഒക്കെ, ആലപ്പുഴയിലും ഒക്കെ പലരും, ഒരുപാട് സ്ഥലങ്ങളില് വെള്ളമില്ലാത്ത, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സായി ഭക്തരും ഭഗവാന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഭഗവാൻ ആകപ്പാടെ പുറത്തു പോയിട്ടുള്ള ആഫ്രിക്കയിൽ മാത്രമാണ്, സൗത്ത് ആഫ്രിക്കയില്.
ഭഗവാൻ സൗത്ത് ആഫ്രിക്കയിൽ പോകുമ്പോൾ വളരെ ചെറുപ്പമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പേടി. അവിടെ സിംഹമുണ്ട്, കടുവയുണ്ട്, അമ്മയുടെ വിചാരം കാട്ടിൽ കൂടെ അതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ സ്വാമിയെ പിടിച്ച് തിന്നാലോ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മ എല്ലാരോടും പറയും, കണ്ടില്ലേ സ്വാമി പറഞ്ഞാൽ കേൾക്കാണ്ട് പോവാണ്. അപ്പൊ സ്വാമി പറഞ്ഞു, പേടിക്കണ്ട അമ്മ, അങ്ങനെയൊന്നും വരില്ല, ഞാൻ തിരികെ വരുമ്പോ വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. ആൽബം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് അമ്മയ്ക്ക് സമാധാനമായത്. ആ ഭഗവാന് താമസിക്കുവാനായിട്ട് കണ്ണൻ സുബ്ബമ്മയുടെ വീട്ടിലാണ് ഡിവോട്ടീസ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അവിടെ സ്ഥലം തികയാതെ വന്നപ്പം കണ്ണൻ സുബ്ബമ്മ സ്വന്തം സ്ഥലത്ത് ഒരു ബിൽഡിംഗ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. അവര് നല്ല പണമുള്ള ആളായിരുന്നു. അപ്പൊ അവര് നല്ല മനസ്സും. അപ്പൊ അവര് പാഠാമന്ദിരം എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ ഭഗവാന്റെ ആദ്യത്തെ മന്ദിരം ഉണ്ടാക്കി കൊടുത്തു. അതിന് സ്ഥലം തികയാതെ വന്നു, ഡിവോട്ടീസ് ഒരുപാട് കൂടിയപ്പം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെ, അതായത് പിന്നെ ഇപ്പത്തെ പ്രശാന്ത നിലയം നിൽക്കുന്ന സ്ഥലം അന്ന് വെളിം പ്രദേശമാവുകൊണ്ട് ഒരുപാട് ദൂരെയാണെന്ന് തോന്നുന്നു ഗ്രാമത്തിൽ നിന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, ഭഗവാനെ, സ്വാമി ഇത്ര ദൂരെ പോയാൽ ഭക്തന്മാര് സ്വാമിയെ തട്ടിക്കൊണ്ടു പോവും, അതുകൊണ്ട് പുത്തപ്പുറത്ത് വിട്ടു പോകില്ല എന്ന് എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ അമ്മയ്ക്ക് വാക്ക് തരികയാണ്, വാഗ്ദാനം, എന്റെ വാഗ്ദാനമാണ്, അങ്ങനെ ഒരിക്കലും പുത്തപ്പുറത്ത് വെച്ച് വേറൊരു സ്ഥലത്ത് പോയി സ്ഥിരതാമസം ചെയ്യില്ല, ഞാൻ എപ്പോഴും തിരിച്ചിവിടെ തന്നെ വരും. താൽക്കാലികമായിട്ട് അവിടെ ഇവിടെയും പോകും, പക്ഷേ ഭഗവാൻ അതുകൊണ്ട് വിദേശങ്ങളിലോട്ടൊന്നും പോയിട്ടേ ഇല്ല. എത്രയോ നന്നായിട്ട് സ്വാമിയെ സ്വീകരിക്കുമായിരുന്നു. എത്രയോ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ കാണുന്നില്ലേ, ആചാര്യന്മാരും ഒക്കെ എത്രയോ പ്രാവശ്യമാണ് അവരെല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. നമ്മുടെ ഭഗവാൻ മാത്രം ചികിത്സയ്ക്ക് പോലും തന്റെ ആശുപത്രിയിലാണ് എടുത്തത്. ചികിത്സയൊന്നും ഭഗവാൻ ആവശ്യമില്ല, എന്നാലും ശരീരമാണല്ലോ, ശരീരം എടുത്തു പോയാൽ അതൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നോ, എന്റെ ആശുപത്രിയിലല്ലാതെ വേറൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാൻ പാടില്ല, നിർബന്ധമായിട്ട് പറഞ്ഞു. ബാക്കിയുള്ള രാജ്യങ്ങളിലെ എല്ലാ ഡിവോട്ടീസും ഭഗവാനോട് അപേക്ഷിച്ചു, കരഞ്ഞപേക്ഷിച്ചു, ഭഗവാനെ ഇവിടെ വന്ന് നമുക്ക് ചികിത്സിക്കാം. ഭഗവാൻ ഇല്ല, ഞാന് പുത്തപ്പുറത്ത് വിട്ട് ഒരിടത്തും പോവില്ല. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ്. ആ വാഗ്ദാനം സ്വാമി പാലിക്കുകയും ചെയ്തു. സ്വാമിയുടെ ഭൗതിക ശരീരം പുത്തപ്പുറത്തിൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് അനന്ത വിഹായസിൽ ഭഗവാന്റെ ആത്മാരാമനായി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും സായി സന്നിധിയിലും ലോകം എമ്പാടും സർവവ്യാപിയായിട്ട് ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. ഇതാണ് ഭഗവാൻ അമ്മയോട് കാണിച്ച സ്നേഹം. സ്വാമി എപ്പോഴും എന്താ ചെയ്യാറിയോ, സ്വാമിയുടെ ജന്മദിനത്തിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം സ്വാമി പോകുന്നത് അമ്മയുടെ സമാധി സ്ഥലത്താണ്. ഇത് സ്വാമി കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, എൻ്റെ അച്ഛനമ്മമാർക്ക് ആദ്യം അവരെ കണ്ട് വന്ദിക്കുക എന്നുള്ളത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തു. സ്വാമി വീൽ ചെയറിലാകുന്നത് വരെ എല്ലാ ജന്മദിനത്തിനും ആദ്യം ഈശ്വരാംബ സമാധിയിൽ പോയി ദർശനം എടുക്കുമായിരുന്നു. അതെന്തിനാണ്? നമുക്ക് ഒരു മാതൃക കാണിച്ചു തരാനാണ് സ്വാമി അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജന്മദിനത്തിന് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയല്ല വേണ്ടത്, നമ്മളുടെ അച്ഛനമ്മമാരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നൊരു പാഠം സ്വാമി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ പറയാനുള്ള അവസരം സ്വാമി ഇവിടെ തന്നതിന് സ്വാമിയോട് നമസ്കാരങ്ങളും എൻ്റെ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. ഭഗവാന്റെ പ്രഭാഷണത്തോളൂ. ఆత్మస్వరూపులారా, ముఖ్యము మనం అనేక విధమైనటువంటి యొక్క సాధనలు చేస్తున్నాము. ఇంకా పైన ఈ సాధనతో కాదు, మనం ఆచరణలో పెట్టాలి. embodiments of divine atma, we have been doing different types of sadhana for a long ఏది time. చెప్పుతున్నామో, ఏది తలస్తున్నామో, ఏది మనం చేస్తున్నామో, ఈ మూడింటి యొక్క ఏకత్వాన్ని మనం నిరూపించాలి. Enough of all sadhanas. We should practice now. We should prove the unity of thought, word and deed in our own ది action. ప్రాపర్ స్టడీ ఆఫ్ mankind is man. అది అప్పుడు నీవు మానవుడిగా రూపొందుతావు. Then only you can really become a proper man, and it is in this context it is ఈ said, మూడింటి యొక్క ఏకత్వమే కింద కాకపోతే మనస్ అన్యత్, వచస్ అన్యత్, కర్మ అన్యత్, దురాత్మనం, నీవు దురాత్ముడిగా మారిపోతావు. if you cannot unify your word, thought and deed and make them go in three different directions, you are a duratma and not a mahatma at all. అందుకోసమే హార్ట్, హెడ్, హ్యాండ్, ఇది 3HV. ఈ మూడింటి ఎందుకు మనము సరైనటువంటి ఆచరణలో నిరూపించాలి, ఆదర్శంగా మనం నిరూపించాలి.
It is with reference to our heart, our head, and our hand. We should prove ourselves as a model, as an idol. ഗായത്രി പാടിക്കോളൂ മോളെ. വീഡിയോ ഓൺ ചെയ്തോളൂ. സായിരാം. ഈശ്വരാംബ പ്രിയനന്ദന, ഈശ്വരാംബ പ്രിയനന്ദന, സായി ജയ ജഗദ്വന്ദന, സായി ജയ ജഗദ്വന്ദന, സായി ജയ ജഗദ്വന്ദന, സായി ജയ ജഗദ്വന്ദന, ഈശ്വരാംബ പ്രിയനന്ദന, രത്നാകര കുലഭൂഷണ, രത്നാകര കുലഭൂഷണ, രാജീവ നയന നാരായണ, രാജീവ നയന നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ സായി നാരായണ, നാരായണ സായി നാരായണ, ഈശ്വരാംബ പ്രിയനന്ദന, സായി ജയ ജഗദ്വന്ദന, സായി ജയ ജഗദ്വന്ദന, ഈശ്വരാംബ പ്രിയനന്ദന, രത്നാകര കുലഭൂഷണ, രാജീവ നയന നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ സായി നാരായണ, നാരായണ സായി നാരായണ, ഈശ്വരാംബ പ്രിയനന്ദന. സായിരാം. താങ്ക് യു മോളെ, താങ്ക് യു. നന്നായി കേട്ടോ. ഇടുക്കി. സായി ഉപമ. സമർപ്പണം എന്ന വാക്കിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സമർപ്പണത്തിന്റെ പേരിൽ ജനങ്ങൾ അലസത വളർത്തുന്നു. നിങ്ങളുടെ മനസ്സും ശരീരവും ഈശ്വരന് സമർപ്പിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതിനാൽ അതിനെ എങ്ങനെ ഈശ്വരന് സമർപ്പിക്കുവാനാകും? നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, അതിനെയും എങ്ങനെയാണ് ഈശ്വരന് സമർപ്പിക്കുക? ഈശ്വരനോട് വളരെ ചേർന്നിരിക്കുന്ന ഒരു ഉപകരണമാണ് ഓടക്കുഴൽ. അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം അതിന്റെ ഉള്ള് പൊള്ളയാണ് എന്നതാണ്. അതിന്റെ ഉള്ളിൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതുപോലെ ഓടക്കുഴലിൽ 9 തുളകളുമുണ്ട്. മനുഷ്യ ശരീരത്തിലും 9 തുളകളാണുള്ളത്. മനുഷ്യ ശരീരത്തിൽ നിന്നും ആഗ്രഹങ്ങളാകുന്ന കാമ്പ് മാറ്റിക്കളഞ്ഞാൽ തീർച്ചയായും ശരീരവും പൊള്ളയായി തീരും. അങ്ങനെ പൊള്ളയായി തീരുന്ന ശരീരം ഭഗവാന്റെ ഓടക്കുഴലിന് സമമാവുകയും ഓടക്കുഴൽ പോലെ ഭഗവാനോട് ചേർന്നിരിക്കുവാനുള്ള ഭാഗ്യം ആ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. ജയ സായിരാം.